ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പല്ലിക്കോര മീൻ കറിയാണ്. നാടൻ സ്റ്റൈൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് തന്നെ ആദ്യം പല്ലിക്കോര എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി കട്ടാക്കി അതിലേക്ക് തൈരും ഉപ്പും കൂടെ ഇട്ട് എല്ലാം കഴുകിയെടുത്തതാണ് കേട്ടോ. അതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇളക്കി നമുക്ക് വെക്കണം. വെച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അന്നേരം ആ ഉളുമ്പെല്ലാം മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും. അതിനായിട്ടാണ് ഇപ്പോൾ കഴുകിയെടുത്തത്. ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി മീൻ കറിക്കാൻ വേണ്ടിയ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളക് 2ആയിട്ട് കീറിയത്, വെളുത്തുള്ളി ഇഞ്ചി കൊത്തി അരിഞ്ഞതും, കൊടംപുളി കൊച്ചുള്ളി 2ആയിട്ട് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റാനായിട്ടുള്ള പാനും കൂടെ അടുപ്പയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പം ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടിയും കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല മണമാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊച്ചുള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൊടംപുളി ഇടുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. വഴട്ടുമ്പോഴത്തേക്ക് കൊടംപുളി ഇടുന്നത് നിങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കൊടംപുളിയും കൂടെ ഇട്ട് വഴട്ടി നമുക്ക് കറി വെക്കുന്നത്. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടിയുമാണ് ഇട്ടേക്കുന്നത്. കാശ്മീരി അല്ല, എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴട്ടിയെടുത്ത് നല്ലപോലെ മൂത്ത് വരണം. ഈ ഒരു പരുവത്തിലേക്ക് മൂത്ത് കിട്ടണം. നമുക്ക് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. മീനിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അരപ്പൊന്ന് തിളയ്ക്കട്ടെ. അരപ്പൊന്ന് തിളച്ച് വന്നു. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഒരുപാട് ഇട്ട് ഇളക്കല്ല, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻ കഷ്ണമൊന്നും പൊടിഞ്ഞു പോകാതെ പതുക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം. മീനൊന്ന് തിളച്ച് കിട്ടട്ടെ. അതുവരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മീൻ തിളച്ചതിന് ശേഷം കുറച്ചുകൂടെ വറ്റാനുണ്ട്. നോക്കാം, വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി പല്ലിക്കോര നാടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? അല്പം ചോറെടുത്ത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. മീൻ കറി ഒന്ന് ഇളക്കി കുഴച്ചൊക്കെ കഴിക്കണം. എൻ്റെ പൊന്നോ, എന്താ ടേസ്റ്റ്! എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.